കെ.ജെ. ഷൈനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചുവെന്ന പരാതിയിൽ കെ.എം. ഷാജഹാനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഷാജഹാനെ വിട്ടയക്കുകയായിരുന്നു. ഷാജഹാൻ പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ എത്തിയിരുന്നു. വീഡിയോ ചിത്രീകരിച്ച മെമ്മറി കാർഡ് ഷാജഹാൻ പോലീസിന് കൈമാറി. കെ.ജെ. ഷൈനെ സാമൂഹിക മാധ്യമങ്ങളുടെ അപമാനിച്ചെന്ന പരാതിയിൽ രണ്ടാം പ്രതിയാണ് കെ.എം. ഷാജഹാൻ. ഷാജഹാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി. പോലീസ് ഫോൺ പിടിച്ചെടുത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ രണ്ടാമത് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഷാജഹാൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഏതാണ്ട് 7:30 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ആദ്യം അന്വേഷണ സംഘത്തിലെ CIമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. പിന്നീട് അന്വേഷണ സംഘ തലവനായ മുനമ്പം DYSP നേരിട്ടെത്തി ഏതാണ്ട് 1 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അതേസമയം ഷാജഹാനെ ചോദ്യം ചെയ്ത വിവരമറിഞ്ഞ് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജഹാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ബഹളവും മുദ്രാവാക്യം വിളികളുമൊക്കെ ഉണ്ടായി. പോലീസ് സുരക്ഷയിലാണ് ഷാജഹാനെ പിന്നീട് പുറത്തേക്ക് എത്തിച്ചത്. ഇദ്ദേഹത്തെ പോലീസ് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ടു. തൊട്ടു പിന്നാലെ കുറച്ചു ദൂരം പോലീസ് വാഹനം അകമ്പടി പോവുകയും ചെയ്തു. അതേസമയം പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകിയെന്നും ഇനി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസൊന്നും നൽകിയിട്ടില്ല എന്നും ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങവേ ഷാജഹാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാം പറയാനുള്ളത് പറഞ്ഞിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ, അല്ലാതെ അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ഫോൺ പോലീസ് പരിശോധനയ്ക്ക് പിടിച്ചെടുത്തിരുന്നു. കൂടാതെ ഈ ദൃശ്യങ്ങൾ, അതായത് അപകീർത്തികരമെന്ന് ചൂണ്ടിക്കാട്ടി കെ.ജെ. ഷൈൻ പരാതി നൽകിയ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച മെമ്മറി കാർഡ് പോലീസിന് കൈമാറിയതായി ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട്. ഈ കേസിലെ ഒന്നാം പ്രതി പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനാണ്. തനിക്കെതിരെ പരാതി വന്നതിനെ തുടർന്ന് ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു.